അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്മാറ്റം ഫലസ്തീന് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമോ? യുദ്ധസംബന്ധമായിരിക്കുന്ന വിഷയത്തിന് എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന രീതിയിൽ ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ ചർച്ച ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. താൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് നിലവിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരിക്കുന്ന ജോ ബൈഡൻ ഔദ്യോഗികപരമായി തന്നെ പ്രഖ്യാപിച്ചു. കാര്യകാരണത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തന്റെ പിൻഗാമിയായി കമലാ ഹാരിസിനെ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. കമലാ ഹാരിസിന്റെ നിർദ്ദേശം ഡെമോക്രാറ്റിക് പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് പിന്നീട് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനുള്ള സാധ്യത ഉള്ളത് എങ്കിലും ഇപ്പോ വലിയ രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നത് കമലാ ഹാരിസിന് തന്നെയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നല്ലൊരു പക്ഷം ഇവരെ അംഗീകരിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. കറുത്ത വംശത്തിൽപ്പെട്ട ഇന്ത്യൻ വംശജയായിരിക്കുന്ന കമലാ ഹാരിസ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയും വിജയിക്കുകയും ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നതിന്റെ ചെറിയൊരു സൂചന കമലാ ഹാരിസ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം പാലസ്തീനിലെ നിരപരാധികളെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനം ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന തന്റെ നിലപാട് അസന്നിഗ്ധമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് മിഷേൽ ഒബാമയുടെ പേരും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കമലാ ഹാരിസാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്ന വ്യക്തിയായിട്ട് അമേരിക്കയുടെ മാഗസിനുകളും ചാനലുകാരും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ബൈഡന്റെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടായിരുന്നു വോട്ട് പിടിച്ചത്, അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് സജീവമായത്. പെട്ടെന്ന് ബൈഡന്റെ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശയ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. ഇനി പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കമലാ ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരിക്കണം ഇനി പ്രചരണ രംഗത്ത് ആയുധമാക്കേണ്ടത് എന്നൊരു അഭിപ്രായം യഥാർത്ഥത്തിൽ അവരുടെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സ്വീകരണ കാര്യങ്ങളൊക്കെ അമേരിക്ക നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ക്ഷണപ്രകാരമാണ് എത്തിയത് എന്നും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു അഭിപ്രായമൊക്കെ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെയുള്ള ജൂത വിഭാഗത്തെയും ജൂത സംഘടനയും ഒക്കെ അഭിസംബോധന ചെയ്യാനും അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടണം എന്ന് നെതന്യാഹു ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു രാജ്യ സന്ദർശനത്തിന് വേണ്ടി നെതന്യാഹുവിന് അവസരം ലഭിക്കുന്നതും അദ്ദേഹം ഇവിടെ അമേരിക്ക സന്ദർശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ബൈഡൻ മാറി നിൽക്കുന്നത് ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുണ്ടാവുമോ എന്ന ഒരു ആദ്യം ഉള്ളതുകൊണ്ട് ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ചർച്ചയിലൂടെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവണം അല്ല നിലനിൽക്കണം എന്നുള്ളത് അമേരിക്കയെ കൂടി ആവശ്യമാണ് എന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയത് എന്നൊരു അഭിപ്രായം യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നെതന്യാഹു താമസിക്കുന്ന ഹോട്ടലിന്റെ പുറത്തു വരെ ജനാധിപത്യപരമായ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. വാർ ക്രിമിനലാണ്, അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയാണ്, അംഗീകാരം സ്വീകാര്യത കൊടുക്കാൻ പറ്റില്ല, പാർലമെന്റ് അഭിസംബോധന ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്, യുദ്ധം അവസാനിപ്പിക്കണം, നെതന്യാഹു രാജിവെക്കണം, വിചാരണ നേരിടണം എന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അമേരിക്കയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൂടെ വലിയ പ്രതിഷേധം നെതന്യാഹു എത്തിയ ഉടനെ തന്നെ നടക്കുകയാണ്. അതിപ്പോഴും തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് നെതന്യാഹുവിന് സ്വീകരണം നൽകുന്നതിനെ കുറിച്ച് അവിടെ ഡെമോക്രാറ്റിക്കിൽപ്പെട്ട ചില ആൾക്കാരും ഈ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കുന്നതിന് പറയുന്ന കാര്യം, UN സഭയിൽ വാർ ക്രിമിനലിന്റെ പരാമർശമുള്ള വ്യക്തിയാണ് നെതന്യാഹു, തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടത് അമേരിക്ക തന്നെയാണ് എന്ന തരത്തിലാണ്. അത് അവിടെ മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും യഥാർത്ഥത്തിൽ നെതന്യാഹുവിനെതിരെ വംശഹത്യക്ക് വേണ്ടിയിട്ടുള്ള കേസ് നിലനിൽക്കുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. മറ്റേതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ ഏത് രാജ്യത്തിനും അധികാരമുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ UN സഭയുടെ ഭാഗത്തു നിന്നൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ അമേരിക്ക സ്വീകരിച്ചത് തന്നെ യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ രീതി വലിയ തെറ്റാണ് എന്ന തരത്തിലാണ്. 48,000-ഓളം
ആളുകളാണ് ഈ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം വന്നത്. 37,000-ത്തിലധികം കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ കൃത്യമായ രീതിയിലെ കണക്കുകളൊന്നും വന്നിട്ടില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ഔദ്യോഗികപരമായിരിക്കുന്ന വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മാത്രമാണ്. അതിനോടനുബന്ധിച്ച് ഒരു ദുരന്തം ഒരു ബിൽഡിങ്ങിന്റെ മേഖലയിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിരിക്കുന്ന മരണപ്പെട്ടവരുടെ വിവരങ്ങൾ അറിയാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് ഈ കണക്കിന്റെയൊക്കെ ഒരുപാട് അധികം മരണം നടക്കാനുള്ള സാധ്യതയും ഇതിനിടയിൽ കണക്കുകൂട്ടുന്നു. അപ്പോൾ വംശീയ ഹത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്ക പരാതി നൽകിയത്. ഗസ ആളില്ലാത്ത തുരുത്താക്കി മാറ്റും എന്ന് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് വീഡിയോ സഹിതം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആദ്യത്തെ അഭിപ്രായം അല്ലെങ്കിൽ പരാതി നൽകിയത് ഈ ആഫ്രിക്കയാണ്. ആഫ്രിക്ക അതിന് തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ഇതേ പരാതി തന്നെ ആവർത്തിച്ച് നൽകി. അതിന് തെളിവുകൾ ഹാജരാക്കപ്പെട്ടു. അതിന് ആദ്യഘട്ടത്തിൽ തന്നെ ഗസ നിവാസികൾക്ക് ഭക്ഷണം തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നീക്കുപോക്കുകൾ ഉണ്ടാക്കണമെന്നും അത് പൗരസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ധിക്കാരമാണ്, ആ നിലപാടിൽ നിന്ന് ഈ ഇസ്രായേൽ മാറി നിൽക്കണം, അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും UN സഭ അതിന് നേതൃത്വം നൽകുകയും അതിന് എന്തെങ്കിലും ആഘാതങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്രിമിനൽ കോടതിയിൽ അത് തെളിവ് സഹിതം ഹാജരാക്കണം എന്നുള്ള ഒരു വിധിയായിരുന്നു ആദ്യത്തെ ഭാഗത്ത് തന്നെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല. അതിനോടനുബന്ധിച്ച് ഒരു കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞിട്ടില്ല. 7,000-ത്തിലധികം വാഹനങ്ങൾ റഫേഡ് അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ പ്രസ്താവിച്ചത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു ആ കാലത്ത് തന്നെ. ഇസ്രായേൽ അല്ലാത്ത മറ്റ് രാജ്യങ്ങൾക്ക് ഒരു നിയമവും ഇസ്രായേലിന് മാത്രം മറ്റൊരു നിയമവും എന്ന തരത്തിലാണ് ലോകത്തിന്റെ നിയമ സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നത്. കുവൈറ്റ് ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈൻ പിടിച്ചടക്കിയ കാലത്ത് ഇതേ UN സഭ തന്നെയാണ് കുവൈറ്റിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നത്. അത് അമേരിക്ക കൊണ്ടുവരുന്നു, ബാക്കിയുള്ളവർ പാസ്സാക്കുന്നു. അതിനോടനുബന്ധിച്ച് 32 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് അന്ന് ഇറാഖിനെതിരെ യുദ്ധം നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതേ പ്രവൃത്തി തന്നെയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത്? ഇസ്രായേൽ ഗസനോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫലസ്തീനോട് ചെയ്യുന്നത് കഴിഞ്ഞ 1948 മുതൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു നയ നടപടികളൊക്കെ UN സഭ ഇസ്രായേലിനെതിരെ നടപ്പാക്കിയ ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 30-ലധികം പ്രമേയങ്ങളാണ് ഇസ്രായേലിനെതിരെ പാസാക്കിയെടുത്തത്. 100 ചില്ലാനും പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. പല പ്രമേയങ്ങളും അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ച് തള്ളപ്പെട്ടു എന്നുള്ളത് തള്ളപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ ഒരു പ്രമേയം കൊണ്ടുവരുന്നു യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട്. 165ഓളം രാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നു, വീറ്റോ പവറുള്ള എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നു. എന്നാലോ അത് അമേരിക്കയാണ് നടപ്പിലാക്കേണ്ടത്, അവർ നടപ്പിലാക്കുന്നില്ല. അതോടനുബന്ധിച്ച് ഇസ്രായേൽ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ആയുധപരമായ രീതിയിലും നൽകുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള ശ്രമം നടക്കുമ്പോൾ മറുഭാഗത്ത് യുദ്ധം ചെയ്യാനുള്ള സഹായങ്ങളും നൽകുന്നു. ഈ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്നത് ക്രിമിനലായിരിക്കുന്ന ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലപാടെത്തിയിരിക്കുന്നു. ഇതിന് 100% പിന്തുണച്ച സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റാണ് ജോ ബൈഡൻ എന്ന് പറയുന്നത്. ആ ജോ ബൈഡനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി അല്ലാത്ത രീതിയിൽ മാറി നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടായതും പ്രയാസമുണ്ടായതും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനാണ്. അതുകൊണ്ടാണ് നെതന്യാഹു ഓടിയിട്ട് അമേരിക്കയിലെത്തിയത്. യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലൊന്നും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിലേക്ക് സന്ദർശിക്കുക എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത അല്ലെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സർവ്വ മേഖലയിലും യുദ്ധത്തെ അഭിസംബോധന ചെയ്യുന്ന അല്ലെ പ്രതിരോധിക്കുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ രാജ്യം വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് എന്നതിനാൽ പോവാതിരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ എത്തിയതിന്റെ കാര്യം 2 എണ്ണമാണ്. ഒന്ന്, ജോ ബൈഡന്റെ പിന്മാറ്റം. ഇത് എത്രത്തോളം ആഘാതം ഇസ്രായേൽ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തത പറയാൻ പോലും ഇസ്രായേലിന് സാധിക്കുന്നില്ല. രണ്ടാമത്തത് കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം. ഇത് കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ജോ ബൈഡനോട് തത്തുല്യമായ രീതിയിലായിരിക്കില്ല, നേരെ എതിരായിരിക്കാനാണ് സാധ്യത. കാരണം യുദ്ധത്തോട് തനിക്ക് യോജിപ്പില്ലെന്നും ആ സമീപനത്തെ താൻ അംഗീകരിക്കില്ലെന്നും കമലാ ഹാരിസ് ഈ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായിട്ട് ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ ജോ ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപിന്റെ സമീപനം ട്രംപ് ജയിച്ച് കയറും എന്ന് അഭിപ്രായ സർവേകളൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ട് പറയുന്നില്ല.
എന്തെങ്കിലും അട്ടിമറികളോ അതല്ലെങ്കിൽ അത്ഭുതങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഇപ്പോഴും ട്രംപ് കയറും എന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ട്രംപുമായിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബന്ധമില്ല. ട്രംപ് ഏത് രീതിയിലാണ് യുദ്ധത്തെ നയിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം ട്രംപ് ഈ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിനുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ ഇസ്രായേലിന്റെ വിരോധിയാണ്, പാലസ്തീൻ അനുകൂലിയാണ്. ഇങ്ങനത്തെ കുറേ വിഷയകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയത്. എന്നാൽ അമേരിക്ക അവർക്ക് സ്വീകരണം നൽകിയത് തന്നെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള അപാകതയായി പോയിട്ടുണ്ട് എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ ജനാധിപത്യ പ്രക്ഷോഭകാരികളും ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന മുദ്രാവാക്യം. ഇതിനെതിരെ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ജോ ബൈഡന്റെ ടീമിന്, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക്, ഭരണകക്ഷികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം.